നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള കോഴിക്കോട് രാമനാട്ടുകര മേൽപ്പാലത്തിന് തൊട്ടടുത്തുള്ള എ മോട്ടോഴ്സിൻ്റെ ട്രൂ വാല്യൂലാണ്. ഇവിടെ ഇന്നത്തെ വീഡിയോനകത്ത് നമുക്ക് കുറേ വണ്ടികൾ പരിചയപ്പെടാനുള്ളതുണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് കൊണ്ടുള്ള വ്യത്യാസം തന്നെയാണ്. 5 ലക്ഷം രൂപയ്ക്ക് താഴെയായിട്ട് റിനോൾട്ടിന്റെ ട്രൈബർ 1 ലിറ്റർ സീറ്റർ വണ്ടി വരുന്നുണ്ട്. 2017 മോഡല് ഓൾട്ടോണ്ണൂർ ഉണ്ട്. റേറ്റ് വരുന്നത് 235 ഇനിയും കുറയുന്നുണ്ടാവും. 2020 മോഡല് സ്വിഫ്റ്റിന്റെ ഡിസയർ വരുന്നുണ്ട്. ഇതിന് റേറ്റ് വരുന്നത് 5,90,000 രൂപയ്ക്കും വളരെയധികം താഴ്ത്തിയിട്ടാണ്. വീട്ടിൽ ഗിയർ ബോക്സ് വരുന്ന മാരുതിയുടെ ബലേനോ ഉണ്ട്. റേറ്റ് വരുന്നത് 7 ലക്ഷം രൂപയ്ക്കും താഴെയാണ്. 2020 മോഡല് ഫുൾ ഓപ്ഷൻ എക്സ്പ്രസോ ഉണ്ട്, അടിപൊളി നീല കളറിൽ. 2020 മോഡൽ ആയതുകൊണ്ട് തന്നെ ട്രൂ വാല്യൂന്റെ 6 മാസത്തെ വാറന്റി, 3 ഫ്രീ സർവീസും കിട്ടുന്നതിന് ഏകദേശം 15,000-20,000 രൂപയ്ക്ക് അടുത്ത് വില വരുന്നതാണ്. ഈ കൂടെ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,90,000 ഇനിയും കുറയുന്നുണ്ടോ, വാറന്റി കിട്ടുന്നുണ്ടാവും, വിശ്വസിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. മാക്സിമം ലോണും അത്യാവശ്യം നല്ല റേറ്റിലായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ഓരോ വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. സോ വീഡിയോ. അപ്പോൾ വീഡിയോ എന്തിനാണ് കാണുന്നെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 100K സബ്സ്ക്രൈബേഴ്സിൽ ഒരു കാർ ഗിവ് അവേ ഉണ്ടാവും. അതിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ നമുക്ക് നേരെ വണ്ടി വിശേഷം. ആദ്യത്തെ വണ്ടി 2011 മോഡൽ i10 1.2 കാപ്പ 2 ആണ് എഞ്ചിൻ വരുന്നത് അല്ലേ. 11 സ്പോർട്സ് ആണ്. അപ്പോൾ വേരിയന്റ് വരുന്നത് സ്പോർട്സ്. അതിനെ കൊണ്ട് ബാക്ക് വൈപ്പർ, കാപ്പയുടെ 1.2 ലിറ്റർ എഞ്ചിൻ, ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 4 ഡോർ പവർ വിൻഡോസ്, എയർ ബാഗ് ഒന്നും വന്നിട്ടില്ല. ടയറൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട്. AC പോർഷൻ ആയിരിക്കും. ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഡോർ പവർ വിൻഡോ, എല്ലാ ഫീച്ചേഴ്സും നല്ലതാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഉണ്ടാവില്ല അല്ലേ? ഇല്ല. പക്ഷേ ഇൻബിൽട്ട് സ്റ്റീരിയോ വരുന്നുണ്ടാവും. VT എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട്. വണ്ടി കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 82,000 കിലോമീറ്റർ. 82,000 കിലോമീറ്റർ. റേറ്റ് എത്ര ചോദിക്കുന്നത്? 2011 170 റേറ്റ് ഇനിയും കുറയും. ഫൈനലല്ല നമുക്ക് കുറച്ച് കൊടുക്കാം. സാധാരണയായിട്ട് നമ്മൾ ഇതിൽ റേറ്റ് കുറച്ച് കാണാറുണ്ട്. പക്ഷെ അന്നേരം എഞ്ചിൻ IRD ആയിരിക്കും, കാപ്പയല്ല, അല്ലെങ്കിൽ പിന്നെ കാപ്പയായിരിക്കും. ഇത് കാപ്പ 2 ആണ്. പവർ കുറച്ച് കുറഞ്ഞാലും മൈലേജിന് ഉണ്ടാവില്ല. പിന്നെ ലോൺ 2011 വണ്ടിയെ കൊണ്ട് ലോണും ചെയ്ത് കൊടുക്കാം. എത്ര ലോൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2017 മോഡൽ ആൾട്ടോ LXi 16, 17 അങ്ങനെ ഒന്നുമില്ലല്ലോ. 17 ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു വില വ്യത്യാസം ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനെ കൊണ്ട് 17 തന്നെയാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 70,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് ചെക്ക് ചെയ്ത് പുതിയ വന്ന വണ്ടിയാണ്. ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത് KL 18 വടകര രജിസ്ട്രേഷൻ ആണ്. ഓൾട്ടോണ്ണൂർ LXi. അതിനെ കൊണ്ട് AC പോർഷനും ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. പിന്നെ 800cc എഞ്ചിൻ അതിനെ കൊണ്ട് 2017 അത്യാവശ്യം ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടി. അതിനെ കൊണ്ട് മൈലേജ് 20 പുറത്തൊക്കെ യൂസർ റിവ്യൂസിൽ കാണാറുണ്ട്. 18-20 സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. തീർച്ചയായിട്ടും 235 റേറ്റ് എന്നുള്ളത് ഞാൻ മുന്നേ തന്നെ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഹൈപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയും കുറയോ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. നല്ല കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ മാക്സിമം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. എടുക്കുന്ന ആൾക്ക് മാരുതിയുടെ വാറന്റി 17 മുതൽ 2024 ആയതുകൊണ്ട് 18 മുതലുള്ള വണ്ടിക്കാണ് വാറന്റി കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ എന്നാലും വാറന്റി ഇല്ലാത്ത വണ്ടി എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരില്ല. അങ്ങനത്തെ മേജർ ആയിട്ടുള്ള കംപ്ലൈന്റ് വണ്ടി ട്രൂ വാല്യൂ ഉണ്ടാവില്ല. മോഡൽ കൂടിയിട്ടുള്ള വണ്ടിയാണ്. 2017 മോഡൽ മൈക്ര. നമ്മളെ വീഡിയോ തന്നെ ഒരു 3 ആഴ്ചയാണ്. എന്തുകൊണ്ടാ വിറ്റ് പോവാത്ത? എൻക്വയറി ഉണ്ട്, പക്ഷെ ചിലപ്പോ അധികം വരുന്ന എൻക്വയറി കാസർഗോഡ് ആ ഭാഗത്തു നിന്നാണ്. ലോൺ നോക്കുന്ന സമയത്ത് ലോൺ പാസ് ആവൂല. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ബുക്കിംഗിൽ കുറെ കാലം കടന്നിട്ടുണ്ടോ? ബുക്കിംഗിൽ കുറെ കാലം കടന്നു. ഒരു മാസത്തിനടുത്ത് ബുക്കിംഗ് കടന്നു. നമുക്ക് വേറെ വിൽക്കാനും പറ്റില്ല. 1200cc വരുന്ന വണ്ടിയാണ്. XL എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടോ. ബാക്കിൽ 2 പവർ ഇല്ലാത്ത മാനുവൽ വിൻഡോസ് ആണ് വരുന്നത്. ഇന്റീരിയർ ഒക്കെ പക്കാ നീറ്റ്. 80,000 കിലോമീറ്റർ എടുത്ത് ഓടിയിട്ടുണ്ട്. XL എന്നുള്ള വേരിയന്റ്. 4 ടയർ അത്യാവശ്യം നല്ലപോലെ കാണുന്നുണ്ട്. KL 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ്. മുന്നേ 3.25 ചോദിച്ച വണ്ടിയാണ്. ഇപ്പൊ ചോദിക്കുന്നത് 3 ലക്ഷം രൂപയാണ്. എനിക്ക് കാണാപ്പാടാണ്. ലോണ് ഫുൾ ലോണ് മാക്സിമം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എടുക്കുന്നതൊക്കെ എന്തെങ്കിലും പണിയുള്ളതിനെ കൊണ്ട് പോവാത്ത വണ്ടിയാണോ? ഷേപ്പ് ഔട്ട് ആയിട്ടില്ല. ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ലോ ബഡ്ജറ്റ് വരുന്ന പുതിയ മോഡൽ 7 സീറ്റർ വണ്ടി. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. മോഡൽ 19 ആണോ 20 ആണോ? 20 മോഡൽ. 29 മാസം വണ്ടി. ഓക്കെ. RXL എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ചെറിയ ലോ ബഡ്ജറ്റിൽ 7 സീറ്റ് നോക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഏറ്റവും ഓക്കെ. 1000cc വണ്ടിയാണ്. അതേസമയത്ത് മൈലേജ് ഒരു 15 റേഞ്ചിൽ മൈലേജും ഉണ്ടാവും. പുതിയ മോഡൽ വണ്ടിയെ കൊണ്ട് കാര്യമായിട്ട് മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ക നീറ്റ് വണ്ടിയാ. എയർ ബാഗ് ഡബിൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോസും വരുന്നുണ്ടാവും. അത്യാവശ്യം ലെഗ് സ്പേസും വരുന്നുണ്ട്. 7 സീറ്ററിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിലവിലുള്ള കണ്ടീഷനൊക്കെ എങ്ങനെയാ? അടിപൊളി കണ്ടീഷൻ ഉണ്ട്. പക്ക വണ്ടി. പുതിയ സ്റ്റോക്ക് അല്ലേ? പുതിയ സ്റ്റോക്കാ. റേറ്റ് എത്രയായിരുന്നു 2020 മോഡലിന്? ഇത് 4,90 കൊടുക്കാം. ഓക്കെ. 2020 മോഡൽ അതിനെ കൊണ്ട് 2023 വാറന്റി കഴിഞ്ഞിട്ടുണ്ടാവും. 2025 വരെയുള്ള എക്സ്റ്റൻഡഡ് വാറന്റി ഉണ്ടാവും. ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് കിട്ടും.
നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്ത് നോക്കാം. റെനോൾട്ട് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഇത് കിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് എൻക്വയറി ചെയ്ത് നോക്കാം അല്ലേ. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്? മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഇത് നിലവിൽ ഇപ്പൊ പ്രൊഡക്ഷൻ ഉള്ള വണ്ടിയല്ലേ? അപ്പൊ അതിനെ കൊണ്ട് പുതിയ വണ്ടിക്ക് എന്റെ അറിവിൽ ഏകദേശം 8ന്റെ പുറത്ത് തന്നെ റേറ്റ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു 22. 22 എത്രയ്ക്ക് കൊടുത്ത്? 6.5 കൊടുത്തു. അടുത്തത് നമുക്ക് 2020 മോഡൽ അൾട്ടോ LXi 800cc വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ഇതാകെ 20,000 കിലോമീറ്റർ ഓടിയിട്ടു. LXi ആണോ VXi ആണോ? LXi ആണ്. LXi ആണ്. ഒരു എയർ ബാഗ് വരുന്നുണ്ടോ, പിന്നെ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്. ഓൾട്ടോയിൽ ബേസിക്കലി 4 ഡോർ പവർ വിൻഡോസ് വരുന്നില്ല. വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. മുന്നേ പറഞ്ഞ പോലെ തന്നെ വാറന്റി കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമോ? ഇല്ല, ഇത് നമുക്ക് 1 ഇയർ ട്രൂവാലിന്റെ വാറന്റി ഉണ്ടാവും. ഓക്കെ, എക്സിന്റെ വാറന്റി ചെയ്യാത്ത വണ്ടിയാണ്. ട്രൂവാലിന്റെ വാറന്റി മാത്രമേ ഉള്ളൂ. ഓക്കെ, എടുക്കുന്ന അപ്പൊ ആൾക്കപ്പോ ടെൻഷൻ ഒന്നുമില്ല. ലോ കിലോമീറ്റർ ആണ്. 1 ഇയർ വാറന്റി 3 ഫ്രീ സർവീസും ഇല്ലേ? ഏകദേശം 15,000 രൂപയുടെ തന്നെ വാറന്റി ഫ്രീ സർവീസ് 20,000 രൂപയ്ക്ക് എടുത്ത് വാല്യൂ വരുന്നുണ്ടോ? അപ്പൊ എടുക്കുന്ന ആ ഒരു വില റേറ്റിനകത്ത് വ്യത്യാസം വരുന്നുണ്ടോ? ഇത് നമുക്ക് 3.5 കൊടുക്കാം. 3.5 റേറ്റെങ്കിലും കസ്റ്റമറിന് 3.30 എടുത്ത റേറ്റ് വരുന്നുണ്ടാവുള്ളൂ. കാരണം വാറന്റി ഫ്രീ സർവീസ് എല്ലാം വരുന്നതിനെ കൊണ്ട്. പിന്നെ അതിന്റെ എന്തെങ്കിലും ഒരു സ്പെയറിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാം. വേണ്ട, മേജർ നമ്മളെ ആ വാറന്റി പാർട്ടിൽ വരുന്ന ഇതാണെങ്കിൽ നമുക്ക് റീപ്ലേസ്മെന്റ് വാറന്റി മാറ്റി കൊടുക്കും. ഫ്രീ ആയിട്ട് മാറ്റും. ലേബർ ചാർജും ഇല്ല വാറന്റി പീരീഡിലാണെങ്കിൽ. അടുത്ത 2020 മോഡൽ LXi വെറും 32,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, KL 39 രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എവിടെയായിട്ട് വരിക? തൃപ്പൂണിത്തറ ആ ഭാഗത്തേക്കാണ് വരുന്നത്. ഓക്കെ, ആൾട്ടോ 800 LXi ആണ്. ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ്. എയർ ബാഗ് വരുന്നുണ്ടാവില്ല? എയർ ബാഗ് വരുന്ന ടൈപ്പ്. ഓക്കെ, 32,000 ജെനുവിൻ കിലോമീറ്റർ ആണ്. റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എന്താ മെയിൻ ഹൈലൈറ്റ്? എന്താ 26 വരെ വാറന്റി ഉള്ള വണ്ടി. എങ്ങനെ? 5 ഇയേഴ്സ് എക്സ്റ്റൻഡ് വാറന്റി പ്ലസ് നമ്മളെ വാറന്റിയുടെ കൂട്ടി 26 ടോട്ടൽ വാറന്റി ഉള്ള വണ്ടി. 2026 വരെ വാറന്റി കിട്ടുന്ന 3 ഫ്രീ സർവീസും ഉണ്ട്. ട്രൂ വാല്യൂവിന്റെ വക. ഇനി ഞാൻ ഇതിനകത്ത് വേറെ സംശയം ചോദിച്ചോട്ടെ. അപ്പം ട്രൂ വാല്യൂവിന്റെ വാറന്റിയും ഈ മാരുതിയുടെ വാറന്റി എന്ന് പറയുന്നത് രണ്ടും ഒരുമിച്ചാണോ വരിക, അല്ലെങ്കിൽ എന്നാണോ എക്സ്റ്റൻഡ് വാറന്റി കഴിയുന്നത് അതിന് ശേഷം നമ്മൾ ട്രൂ വാല്യൂവിന്റെ വാറന്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ? എന്നാണോ എക്സ്റ്റൻഡ് വാറന്റി ഇപ്പൊ 2020 മോഡൽ ആയതുകൊണ്ട് 25 വരെ എക്സ്റ്റൻഡ് വാറന്റി ഉള്ള വണ്ടി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രൂ വാല്യൂവിന്റെ വാറന്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നുള്ളത്. സർവീസ് നമ്മൾ എടുത്ത മുതലേ എടുക്കണം. അത് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മൾ പോകണം. അത് കഴിഞ്ഞിട്ട് ഇത് എക്സ്റ്റൻഡ് വാറന്റി കഴിഞ്ഞിട്ട് എന്നാണോ കഴിഞ്ഞ വ്യത്യാസം മുതൽ. ഇത്രയും കഥ പറഞ്ഞ സ്ഥിതിക്ക് നല്ലൊരു വിലയും ചോദിക്കും മിക്കവാറും. ഇത് ചെറിയ വിലയുള്ളൂ. എത്ര? നമ്മൾ 3.5 കൊടുക്കാം. 3.5ക്ക് 2020, 2026 വരെ 25 വരെ വാറന്റി ഉള്ള 26 വരെ വാറന്റി ഉള്ള 26 വരെ വാറന്റി ഉള്ള ആൾട്ടോ 800 പോരെ. മാക്സിമം ലോണും ചെയ്തെടുക്കാം. ഫുൾ ലോണൊക്കെ പറയാൻ പറ്റുമോ? ഫുൾ ലോണാ മാക്സിമം. 2022 മോഡല് 18,000 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, KL 76 എന്നുള്ളത് എവിടെയാ? 76 ചെക്കൻ ബത്തേരിയ തോന്നുന്നുണ്ട്, നോക്കണം. ഓക്കെ, ബത്തേരി 74 അല്ലേ? 73 അല്ലേ? 73 ആണ് ബത്തേരി. ഓക്കെ, പോട്ടെ. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക. ആൾട്ടോ 800 ആണ്. LXi ആണോ VXi ആണോ? VXi ആണ്. ഡുവൽ എയർ ബാഗ് വരുന്ന വണ്ടി. 2022. ഇത് പുതിയ വണ്ടി ഇറങ്ങുന്നവരെ എത്ര റേറ്റ് ഉണ്ടോ? വണ്ടി ലോക്കാണ്. നമ്മള് പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ 5 lakhന്റെ മുകളിൽ റേറ്റ് ഉണ്ട്. 5 ലക്ഷത്തിന് മുകളിൽ പുതിയ വണ്ടിക്ക് റേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നിലവിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 18,000 കിലോമീറ്റർ ഉണ്ട്. ഇന്റീരിയർ കാര്യങ്ങൾ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. പുതിയൊരു ലോ ബഡ്ജറ്റ് വണ്ടി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ന്യൂ മോഡൽ പുതിയത് എടുക്കാം, ധൈര്യത്തിൽ എടുക്കാം. എയർ ബാഗ് അടക്കം വരുന്ന വണ്ടിയാണ്. മെയിൻ ഹൈലൈറ്റ് ഉണ്ട്. 2028 വരെ വാറന്റി കൊടുക്കാം നമുക്ക്. പോരെ, മുന്നേ കണ്ടത് 2026 വരെ, ഇത് 28 വരെ. VXi നെ കൊണ്ട് 2 എയർ ബാഗ് വരുന്നുണ്ടോ, അതേപോലെ ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ടോ വ്യത്യാസമായിട്ട്. പിന്നെ സെൻട്രൽ ലോക്കും കമ്പനി കൊടുക്കുന്നുണ്ട്. 1 ലക്ഷം തന്നെ VXi LXi ഉള്ള റേറ്റ് വ്യത്യാസം വരുന്നുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ തന്നെ. ഇപ്പൊ എത്ര ചോദിക്കുന്നത്? 2022 385. കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. 4 താഴെ വരുന്നുണ്ട് VXiക്ക്. അപ്പൊ ലോണൊക്കെ എത്ര പറയാൻ പറ്റും? മാക്സിമം ലോണും ചെയ്തു. അടുത്ത 2016 മോഡൽ കിഡ് RXL വേരിയന്റ് ആണ്. 800cc ആണോ 1000cc? 800cc ആണ്. 800cc കിഡ് ആണ്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. RXL അതിനെക്കൊണ്ട് മിഡിൽ ഓപ്ഷൻ ആണ്. 2 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. എയർ ബാഗ് അന്ന് വരുന്നില്ല 800cc. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ. ഓണർഷിപ്പ് ഒക്കെ എത്ര ഉണ്ടാവും? ഓണർഷിപ്പ് നോക്കണം. നമുക്ക് ഇവിടേക്ക് മാറി വന്ന വണ്ടികളാണ്. KL 71 എവിടെ വരുന്നത്? വയനാട് നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ്. 2016 കിട്ടും. എന്താ റേറ്റ് വരുന്നത്? കിഡ് 2.4 കൊടുക്കാം. 2.4 കൊടുക്കുക. ഇനി താവുന്നുണ്ടാവും? മാക്സിമം നോക്കി ചെയ്തു. 2.10 റേഞ്ചിലൊക്കെ ലോണ് കിട്ടുന്നുണ്ടാവും. മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ഇത് 2020 മോഡൽ എക്സ്പ്രസോ. ശരിക്കും ഈ ഒരു കളർ ഇറങ്ങുന്നുണ്ടോ? എല്ലാ കളറിലും ഉള്ള വണ്ടിയാണ്. ഓറഞ്ച് കണ്ടിട്ടുണ്ട്, വെള്ള കണ്ടിട്ടുണ്ട്, നീല ഞാൻ കുറെ കണ്ടിട്ടില്ല. ഗ്രേലുണ്ട്, സിൽവർ ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? എല്ലാ കളറും നല്ല മുട്ടായി കളറാണ്. ഇത് LXi ആണോ VXi ആണോ? VXi ആണ്. VXi എന്നുള്ള മിഡിൽ ഓപ്ഷൻ
ഉണ്ട്. 2020 മോഡൽ VXi എക്സ്പ്രസോ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 42,000 കിലോമീറ്റർ. ട്രൂ വാല്യൂന്റെ വാറന്റി കിട്ടുന്ന വണ്ടിയാണ്. വാറന്റിയുള്ള വണ്ടി. 2020 എക്സ്പ്രസോ VXiക്ക് റേറ്റ് എത്ര ചോദിക്കുന്നു? ഇത് 395 കൊടുക്കാം. ചെറിയ വിലയല്ലേ ഉള്ളൂ. എന്തൊക്കെയാ ഈ കൊച്ചു ട്രൂ വാല്യൂല് സംഭവിക്കുന്നത്? ചെറിയ വില. ക്യാപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. വാറന്റി കിട്ടുന്ന വണ്ടിയാണ്. വാറന്റി ഉള്ള 3 ഫ്രീ സർവീസ് ഉള്ള മാരുതിന്റെ ഓൾ ഇന്ത്യ വാറന്റി ഉള്ള വണ്ടി. സാധാരണ 4.4 പുറത്ത് ട്രൂ വാല്യൂല് സ്വതവേ എല്ലായിടത്തും റേറ്റ് കാണുന്നതാണ്. റേറ്റിന് കുറച്ച് കൊടുക്കാം, ഓഫറിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ. അടുത്തത് 2020 മോഡൽ ഡിസയർ 2020 ന്യൂ ഷേപ്പ് ആണ്. LXi VXi ZXi LIs കാണുന്നില്ല. VXi എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. ലോക്ക്ഡ് അല്ല. നല്ല വൃത്തി ഉണ്ടല്ലോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. ചെറിയ സ്ക്രാച്ച് 1-2 സ്ഥലത്ത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. റീപെയിന്റ് കാര്യമായിട്ട് കാണുന്നില്ല. ഡിസയർ VXi എന്ന് പറയുന്ന നേരം എയർ ബാഗും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ടാവും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഇല്ല, ബട്ട് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ഷേപ്പിൽ കാണുന്നുണ്ട്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. നല്ല വണ്ടി. വാറന്റി കിട്ടുന്ന വണ്ടിയാണ്. വാറന്റി കിട്ടുന്ന വണ്ടിയാണ്. വാറന്റി ഉള്ള വണ്ടി 6 മാസമാണോ 1 ഇയർ ആണോ? 6 months വാറന്റി, 3 ഫ്രീ സർവീസ്. എത്ര വരുന്നത്? 590 കൊടുക്കാം. 590 കൊടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറയോ? 70,000 കിലോമീറ്റർ ഉള്ളതിനെ കൊണ്ട്. പക്ഷേ ട്രൂ വാല്യൂന്റെ വാറന്റി ഉള്ളതിനെ കൊണ്ട് ഫലത്തിൽ ഏകദേശം 5.25 അതിന് താഴെ 2020 വണ്ടിക്ക് റേറ്റ് കസ്റ്റമറിന് ബാധിക്കുന്നുള്ളൂ. ലോണൊക്കെ ഏകദേശം എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? മാക്സിമം ഫുൾ ലോൺ ചെയ്തു. മോഡൽ 16 രജിസ്ട്രേഷൻ വണ്ടി. ഡീസലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. LDI VDI ZDI ഒരു ഡോർ ഹാൻഡിൽ പോയിട്ടുണ്ട്. മാറ്റാൻ വെച്ചതാണ്. ഇന്നലെ ഇവിടുന്ന് കസ്റ്റമർ വന്ന സമയത്ത് പൊട്ടിയതാണ്. ഓക്കെ. ബാക്കിൽ സെൻസേഴ്സ് അതേപോലെ തന്നെ ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഒരു പവർ വിൻഡോസ്, AC, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടോ? പക്ഷേ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയിൽ വരുന്ന എഞ്ചിൻ തന്നെയാണ്. ഡീസൽ 1.3 ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. എന്തായാലും കൺഫേം 20ന്റെ മുകളിൽ മൈലേജ് ഉറപ്പാണ്. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഒക്കെ കാണുന്നുണ്ട്. റേറ്റ് എത്രയാണ് വരുന്നത്? നമുക്ക് 4.4 കൊടുക്കാം. 4.4 കൊടുക്കാൻ ഇനിയും താവൂലേ? ചെയ്ത് കൊടുക്കാം. ലോണ് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. KL 18 വടകര രജിസ്ട്രേഷൻ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 1,50,000. കമ്പനി ഹിസ്റ്ററി വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ. വിശ്വസിച്ചെടുക്കാം ധൈര്യത്തിൽ. ഓക്കെ. 2021 മോഡൽ സ്വിഫ്റ്റ് VXi. KL 76 രജിസ്ട്രേഷൻ ആണ്. 76 എവിടെയാ? 76 ചെക്ക് ചെയ്യണം. ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2021 സ്വിഫ്റ്റ് VXi കൊണ്ട് ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫേസ് ലിഫ്റ്റഡ് വേർഷൻ അല്ലേ? ഡുവൽ VVT വരുന്ന വണ്ടി. ഓക്കെ. ഡ്യുവൽ VVT എന്ന് പറയുന്നത് കുറച്ചും കൂടെ മൈലേജ് കൂടും. ഓക്കെ. വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ എയർ ബാഗ് ഡ്യുവൽ വരുന്നുണ്ടാവും. LOS വരുന്നില്ല. ബാക്ക് വൈപ്പർ ഡീഫോഗർ വരുന്നുണ്ടാവും. ബാക്ക് സെൻസേഴ്സും വരുന്നുണ്ടാവും. ഇത്രയാണ് ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് 56,000 കിലോമീറ്റർ. 5.6 ട്രൂ വാല്യൂന്റെ വാറന്റി കൊടുക്കുന്ന പറ്റിയാണ്. വാറന്റി ഉള്ള വണ്ടി. 1 ഇയർ. അതേ സമയത്ത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നല്ല വണ്ടിയാ. ക്ലീൻ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? 80. ഇനിയും കുറയുന്നുണ്ടാവും. 2018 വണ്ടിയൊക്കെ നമ്മൾ 6 താഴെയൊക്കെ കാണാറുണ്ട്. പക്ഷേ എഞ്ചിനിലും ഫേസ് ലിഫ്റ്റിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഡുവൽ VVT. വണ്ടിക്ക് ഏകദേശം റേറ്റ് വരുന്നത് 7.80-ന്റെയും 8.20-ന്റെയും 8.30 റേഞ്ചിലേക്ക് വരും. ആക്സസറീസ്, വാറന്റി കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. 6.60 ആയിരിക്കും ഫലത്തിൽ. അപ്പൊ കസ്റ്റമറിന് റേറ്റ് ബാധിക്കുന്നുണ്ടാവും അല്ലേ? പിന്നെ ഫ്രീ സർവീസ് ഓൾ ഇന്ത്യ ബേസ്ഡ് തന്നെയാണ്. 2020 മോഡൽ VXi Brezza പെട്രോൾ ആണ്. ഇതില് ഹൈബ്രിഡ് ഇറങ്ങുന്നുണ്ടോ? ഹൈബ്രിഡ് ഈ മോഡലിൽ വരുന്നില്ലല്ലോ. ബാക്ക് സെൻസേഴ്സ് അതേപോലെ തന്നെ AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഡ്യുവൽ എയർ ബാഗ്, ഇത്രയ്ക്കായിരിക്കും ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. ഡിഫോഗർ വരുന്നുണ്ടാവും. ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്റ്റിയറിംഗ് കൺട്രോൾസ് VXi മിഡിൽ ഓപ്ഷനിലേക്ക് വരുന്നവരുണ്ടാവും. ലോക്കാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഉണ്ടോ? ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഉണ്ട് അല്ലേ? ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇതാകെ 20-something കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ എത്ര ഓടിയിട്ടുള്ളൂ? ജെന്യൂൻ കിലോമീറ്റർ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ വണ്ടി. അതിനിടയിൽ റീപ്ലേസ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. VXi ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഇതിനിടയിൽ റീപ്ലേസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ക്ലീൻ വണ്ടി. കൺഫേം അല്ലേ? മാരുതിയുടെ വാറന്റി നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന വണ്ടിയാണ്. 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ. ഓക്കെ. അപ്പം നിലവിൽ 6 മാസമായിരിക്കും 1 ഇയർ ആയിരിക്കും നമുക്ക് വാറന്റി കിട്ടുക? 1 ഇയർ കൊടുക്കാം. 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസും കിട്ടുന്നുണ്ടാവും. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? 8.20. പുതിയ വണ്ടിക്ക് ഏകദേശം 12 താഴെ 11-12 ബാൻഡ് ആയിട്ടുണ്ടാവും. എത്ര മൈലേജ് കിട്ടുന്നുണ്ടോ? പെട്രോൾ മാത്രമേ ഉള്ളൂ. അതിനെ കൊണ്ട് ചോദിക്കുകയാണ്. ഒരു 15 റേഞ്ചിൽ, ഏകദേശം 14-15 റേഞ്ചിൽ എന്തായാലും മൈലേജ്, ഡീസൽ ആയിട്ടാണ് മൈലേജ് കിട്ടില്ല പെട്രോൾ. വീഡിയോ നമ്മൾ റാപ്പിയാണ്. വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. അവരെ നിങ്ങൾ വിളിച്ച് അതിന്റെ കിട്ടുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ കൂടെ ബന്ധപ്പെട്ടാൽ മതി. ഇവിടുത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. ചെറിയ വില വ്യത്യാസങ്ങളുണ്ടോ എങ്കിൽ കൂടെ ഒരു ട്രൂ വാല്യൂവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വാറന്റി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ
നല്ല കിടിലൻ റേറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് വില കുറച്ച് നിങ്ങൾക്ക് വണ്ടിയുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ വാറണ്ടിയിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് ഒന്ന് വീഡിയോ ചെയ്യുന്നുണ്ടാവും. ഇത്രയാണ് നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത്. ഇവരെ കോൺടാക്ട് ചെയ്യുന്നേരം നിങ്ങളെ ലോണ്, വാറണ്ടി, അതേപോലെ തന്നെ വണ്ടികളുടെ മെക്കാനിക്കൽ കണ്ടീഷൻ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ തന്നെ മാക്സിമം ചെക്ക് ചെയ്തിട്ട് തന്നെ തീർച്ചയായിട്ടും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.